ദിവ്യ ബ്രിൻഡോ. രാവിലെ കെട്ടിയവനെ കുത്തിപ്പൊക്കി നമ്മൾ മേക്കപ്പിന് പോവാണ്. കോട്ടയാണ് സ്ഥലം. അപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. 1 hour ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത്രയും നേരം ഒന്നും എടുക്കില്ല കേട്ടോ. വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല. രാവിലെ പോകുന്നതുകൊണ്ട് 4 മണിക്ക് കുത്തിപ്പൊക്കിയതാണ് കേട്ടോ. അപ്പൊ അതിന്റെ 3:30ക്കാണ് അലാറം വെച്ചത്. പക്ഷെ ആള് പണിഷത്തൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് 4 മണിയായി. അതുവരെ കിടന്നോട്ടെന്ന് ഞാൻ വെച്ചു. ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എണീറ്റ് വന്നത്. അപ്പൊ എന്താണേലും നല്ല ക്ഷീണം ഉണ്ടല്ലേ? അതില്ലാതെ അത് ശരിയാട്ടോ. നമ്മുടെ ഉറക്കത്തിന്റെ ഒരു ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു 4 മണി തൊട്ട് ഒരു 7 മണി 8 മണി വരെ അല്ലെ. പിന്നെ ഒരു കുട്ടിയുടെ ബാല്യ ജീവിതം ഓർത്തിട്ട് ഉറക്കം പോയാലും വേണ്ടില്ല, എന്നാലും വേണ്ടില്ല അല്ലെ, പോന്നേക്കാം എന്നങ്ങ് വെച്ചല്ലേ. ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ കല്യാണത്തിന്റെ ഒക്കെ സ്പെഷ്യാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ്, മേക്കപ്പ്, ഇതൊക്കെയാണല്ലോ. മേക്കപ്പാണല്ലോ ഏറ്റവും ടോപ്പിൽ വെക്കണേ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സേഫ് ആയിട്ട് കൊണ്ടെത്തിക്കൂ. അതെ. ഹായ്, അപ്പം നമ്മുടെ ബ്രൈഡിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ബ്രൈഡ് രേഷ്മയാണ്. രേഷ്മയുടെ വെഡ്ഡിങ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പാലായിലാണ്. പാലായിൽ ഏതാ പ്രോപ്പർ സ്ഥലം? മണ്ണക്കനാട് അല്ലേ? ഓക്കെ. എന്താ രേഷ്മ ചെയ്യുന്നത്? നേഴ്സാണ്. എവിടെ വർക്ക്? സൗദിയിലല്ലേ? ഓക്കെ. അപ്പം റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ രേഷ്മയ്ക്ക് നമ്മൾ അധികം ലെയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഹെയർ വന്നിട്ട് കുറച്ച് സ്ട്രെയിറ്റൻ ഹെയർ ആയതുകൊണ്ട് കുറച്ചധികം സ്മൂത്ത് ആയിരിക്കും. സോ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നാലും ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം. ബ്രൈഡ് രേഷ്മ റെഡി ആയിട്ടുണ്ട്. രേഷ്മ ഇഷ്ടമായോ? ഉദ്ദേശിച്ച പോലെയൊക്കെ ഇഷ്ടമായില്ലേ? ഓക്കെ. അപ്പോൾ രേഷ്മയ്ക്ക് ആളുടെ പേരെന്താ? ജോമോൻ. എൻ്റെ എല്ലാവിധ കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇതാണ് രേഷ്മയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നമ്മൾ ഐ മേക്കപ്പൊക്കെ ആ സാരിയുടെ ഒരു കോൺട്രാസ്റ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കിന്നിൽ അധികം ലെയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഹെയർ നമ്മൾ സൈഡിലേക്കാണ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാരി ഡ്രേപ്പിങ്ങും എല്ലാം കൂടി വന്നിട്ട് കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. അപ്പം ഈ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് കല്യാണത്തിന് തൊട്ട് മുന്നേ സ്ട്രെയിറ്റൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഹെയർ ഭയങ്കര സ്മൂത്തായിരിക്കും. അപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാനും ഡിഫിക്കൽട്ടായിരിക്കും. നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളെ ഞാൻ പട്ടിണി കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഫുഡൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് മേടിച്ചു തന്നില്ല എന്ന് പറഞ്ഞു. മര്യാദക്ക് എന്നോട് അങ്കിള് പറഞ്ഞതാണ്, മോനെ ഭക്ഷണം കഴിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു അവരും കൂടെ വന്നിട്ട് ഒന്നിച്ച് കഴിക്കാന്ന്. അവസാനം ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോ അവര് പറയാം ഞങ്ങൾക്കിപ്പോ കഴിക്കാൻ ഒരു മൂടില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ. അത് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് വിശക്കണേ ഞാൻ കാറാൻ തുടങ്ങി. എന്തായാലും അവിടുത്തെ ഭക്ഷണം മിസ്സായെങ്കിലും ഇവിടെ നല്ലൊരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള കടയിൽ കയറി നല്ല അടിപൊളി രാവിലെ നല്ല ചൂട് പൊറോട്ടയും കടലക്കറിയും ചിക്കൻ കറിയും കോഴിക്കറിയും എല്ലാം കിട്ടി. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പൊ ഇനി മിണ്ടായിരിക്കില്ല. ഡ്രൈവറിന്റെ TADA ഒക്കെ തന്നിട്ട് ഞാൻ മിണ്ടായിരിക്കുള്ളൂ. എല്ലാ പാറ്റയും വേണം. അയ്യാടാ, പിന്നെ ഞാൻ എന്തിനാ കല്യാണം കഴിച്ചത്? പിന്നെ നിന്റെ തന്നെ മേക്കപ്പ് ഞാൻ ഒരു വിധത്തില് സഹിച്ചിരിക്കണം. അപ്പോഴേ ഞാൻ നാട്ടുകാർക്ക് മൊത്തം മേക്കപ്പ് ഇടുന്ന ഞാൻ വീടിന്റെ പുറത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ അത് ഉറക്കളച്ചിരുന്ന് തരാന്നേ. ശരി, ഇവിടെ നിന്ന് നോക്കുമ്പോ